ഹായ് ഫ്രണ്ട്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഫയർമാൻ ഡ്രൈവർ തസ്തികയിൽ ചോദിച്ച എക്സാമിൽ നിന്നുള്ള കണക്കിലെ 10 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ചോദ്യം, ബൈജു 4.25 കിലോമീറ്റർ ദൂരം സൈക്കിളിലും 11.50 കിലോമീറ്റർ ദൂരം ബസ്സിലും ബാക്കി ദൂരം നടന്നും യാത്ര ചെയ്തു. ആകെ യാത്ര ചെയ്ത ദൂരം 17.25 കിലോമീറ്റർ ദൂരം ആണെങ്കിൽ നടന്ന് യാത്ര ചെയ്ത ദൂരം എത്ര കിലോമീറ്റർ ആണ്? അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യകൾ, ദശാംശ സംഖ്യകൾ കൂട്ടാനുള്ള കുറയ്ക്കാനും അറിയാമോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം. ഇവിടെ നോക്കാം, സൈക്കിളിൽ 4.25 കിലോമീറ്ററും ബസ്സിൽ 11.5 കിലോമീറ്ററും. അപ്പോൾ ഇവ തമ്മിൽ ആദ്യം ഒന്ന് കൂട്ടുക. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 15.75 ദൂരം കിട്ടും. എന്നാൽ ടോട്ടൽ സഞ്ചരിച്ചത് എത്രയാണ്? 17.25. ഈ 15.75 എന്ന് പറയുന്നത് 15.25, 17.25, 17.25. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ദൂരം കാണാൻ എന്ത് ചെയ്യണം? ഈ 17.25 നിന്നും 15.75 ഒന്ന് കുറച്ചെടുത്താൽ മതി. കുറയ്ക്കുമ്പോൾ നമുക്ക് 1.50 എന്ന് കിട്ടും, അതായത് 1.5 കിലോമീറ്റർ. 17.25 നിന്ന് 15.25 കുറച്ചാൽ നമുക്ക് 1.5 എന്ന ആൻസർ ലഭിക്കും. അടുത്ത ചോദ്യം, ഒരു വൃത്തസ്തംഭത്തിൻ്റെ ഒരറ്റത്ത് അർദ്ധഗോളം ഘടിപ്പിച്ച രൂപത്തിലുള്ള ഒരു ജലസംഭരണിയുടെ ആകെ ഉയരം 2.5 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഒരു വൃത്തസ്തംഭം എന്ന് പറയുന്നത് എന്താ? സിലിണ്ടറാണ്. വൃത്തസ്തംഭം എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ. ഓക്കെ, ഇനി ഈ സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് അർദ്ധഗോളം, അതായത് ഒരു ഗോളം ഇങ്ങനെ ഘടിപ്പിച്ച് വച്ചിട്ടുള്ള ഒരു രൂപം, ഇതൊരു ജലസംഭരണിയാണ്. ഇതിൻ്റെ ആകെ ഉയരം പറയുന്നത് 2.5 മീറ്റർ. ആകെ ഉയരം പറയുന്നത് 2.5 മീറ്റർ. ഇതിൻ്റെ പാദത്തിൻ്റെ ആരം പറയുന്നു 1.5 മീറ്റർ. പാദത്തിൻ്റെ ആരം എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ഇവിടെ ഉണ്ട്, അത് പറയുന്നത് 1.5 മീറ്റർ. അങ്ങനെയെങ്കിൽ ഈ ആരവും ആ അർദ്ധഗോളത്തിൻ്റെ ആരവും എന്തായിരിക്കും? 1.5 മീറ്റർ ആയിരിക്കും. ഇത് മുതൽ അർദ്ധഗോളത്തിൻ്റെ ആരവും 1.5 മീറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഇവിടെ നിന്ന് ഇത് മുതൽ ഇതുവരെ ആരമാണ് 1.5 ഉണ്ട്, ഇത് ടോട്ടൽ 2.5 ഉണ്ട്. അങ്ങനെയെങ്കിൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്ര കിട്ടും? 2.5 മൈനസ് 1.5, ആൻസർ 1 കിട്ടും, 1 മീറ്റർ. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ഡയമെൻഷൻസും കിട്ടിയിട്ടുണ്ട്. ഇനി സിലിണ്ടറിൻ്റെ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്ത ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം ഇക്വേഷൻ പഠിച്ചു വച്ചേക്കുക. πr²h. നമുക്കിവിടെ r ഉണ്ട്. എത്രയാണ്? r റേഡിയസ് 1.5. h എത്രയാണ്? സിലിണ്ടറിൻ്റെ എടുക്കുമ്പോൾ 1, അത് കിട്ടുമ്പോൾ 3.14 ഇൻറ്റു r², 1.5 സ്ക്വയർ ഇൻറ്റു h. അത് ചെയ്യുക. അതേ പ്ലസ് അർദ്ധഗോളത്തിൻ്റെ വോളിയം എന്താണ്? പഠിച്ചു വച്ചേക്കോ, 2/3 ഇൻറ്റു πr³. ഓക്കെ, അത് പൈരെ വാല്യൂ കൊടുക്കുക. r എത്രയാണ്? റേഡിയസ് 1.5 ആണ്, അത് ചെയ്യുക. ഇത് ഇത്രയും ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14.137 എന്ന് കിട്ടും. ഓക്കെ, ഇതെന്താണ്? ഇത് ക്യൂബിക് മീറ്ററാണ്. ഇന്ന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ടൊന്ന് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ലഭിക്കും 14,130, അതായത് 14,130 ലിറ്റർ. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇ എന്നത് പിയുടെ Q ശതമാനം ആണ്. അപ്പോൾ ഇതിനെ മാത്സ് രൂപത്തിൽ എങ്ങനെ എഴുതാം? ഇ എന്നത് E= പിയുടെ Q ശതമാനമാണ്. പിയുടെ P × 100
ക്യൂ ശതമാനമാണല്ലോ 100 എഴുതുന്നത്. അപ്പോൾ E = P × Q/100. എഫ് എന്നത് അടുത്ത ഇക്വേഷൻ കിട്ടി. എഫ് എന്നത് ക്യൂവിൻ്റെ പി ശതമാനമാണ്. ക്യൂവിൻ്റെ പി ശതമാനമാണ് 100p. ഇതാണ് തന്നിട്ടുള്ളത്. ഇനി ചൂടുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ എഫിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ പിയും ക്യൂവും പിയും ഗുണിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. പി × ക്യൂ ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും. പി 1 ക്യൂ 2 ആണെങ്കിൽ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 1 × 2 2. തിരിച്ചാണെങ്കിൽ എന്ത് കിട്ടും? 2 കിട്ടും. അതിനർത്ഥം E = F എന്നാണ് അർത്ഥം. ഓക്കെ, E = F. അങ്ങനെയാണെങ്കിൽ ഓരോ കണ്ടീഷൻസ് നോക്കാം. E എന്നത് എഫിനേക്കാൾ ചെറുതാണ്, തെറ്റ്. എഫ് എന്നത് ഇനേക്കാൾ ചെറുതാണ്, അതും തെറ്റാണ്. ഇയും എഫും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കാൻ സാധ്യമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം ബന്ധം നിർണ്ണയിക്കാൻ സാധ്യം ആകുമോ? ആകും. കാരണം E = F എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ശ്രേണിയിലെ തൊട്ടടുത്ത സംഖ്യ കണ്ടെത്തുക. ശ്രേണി ഇതാണ്: 2, 6, 12, 20. ഇവ തമ്മിലുള്ള വ്യത്യാസം 4 കിട്ടി. 6, 8, അടുത്ത എത്ര വരണം? 10. അപ്പോൾ 20ഉം 10ഉം 30. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഇവിടെ പറയുന്നുണ്ട്. 2, 9, 28, 65, 90, 126. അപ്പോൾ ഈ സീരീസ് എങ്ങനെ വന്നു? 1ൻ്റെ ക്യൂബ് പ്ലസ് 1 2, 2ൻ്റെ ക്യൂബ് പ്ലസ് 1, 2ൻ്റെ ക്യൂബ് 8 + 1 9, 3ൻ്റെ ക്യൂബ് പ്ലസ് 1 28, 3ൻ്റെ ക്യൂബ് 27 + 1 28, 4ൻ്റെ ക്യൂബ് 64 + 1 65. അടുത്ത് വരേണ്ട സംഖ്യ 5ൻ്റെ ക്യൂബ് പ്ലസ് 1 125 + 126. ഇവിടെ ഇടയ്ക്കൊരു സംഖ്യ വന്നിട്ടുണ്ട് 90. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ ഡി 90. അടുത്ത ചോദ്യം, ക്യാബ് എന്നതിന് 312, ഹെഡ് എന്നതിന് 8514 എന്ന് കോഡ് ചെയ്താൽ ബാഡ്ജ് എന്നതിന് എങ്ങനെ കോഡ് ചെയ്യാം? വേറെ നോക്കണ്ട, ഇതിലുള്ള ലെറ്റർ നോക്കിയാൽ മതി. ഈ ബിയിൽ ഇതാ ഇവിടെ ഉണ്ട്. എത്രയാണ്? 2 ആണുള്ളത്. അടുത്ത ഏതാ? എ തൊട്ടടുത്തുണ്ട് 1. ഇത് നോക്കിയാൽ മതി. ഈ 2ൽ നോക്കിയാൽ ആദ്യത്തെ 2 കിട്ടും. അപ്പോൾ 2, 1. വീണ്ടും നമ്മൾ നേരെ ഓപ്ഷനിൽ പോവുക. 2, 1 ഉള്ളത് ഒരെണ്ണം മാത്രം. അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, തൻ്റെ അടുത്ത് നിൽക്കുന്ന രാജുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജയൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ജയനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഈ ജയൻ ആരാന്ന് വിചാരിക്കണം? നമ്മളാന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം നമ്മളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ, എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൻ, അതായത് ഞാനാണല്ലോ. ഈ ജയൻ എന്ന് പറയുന്നത് ആണാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ, എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൻ ഞാൻ തന്നെയാണ്. ഒരേ ഒരു മകൻ്റെ മകനാണ് ഈ നിൽക്കുന്നത്, അതായത് എൻ്റെ മകനാണ് ഈ ഇവിടെ നിൽക്കുന്നത് എങ്കിൽ ജയൻ രാജുവിൻ്റെ ആരാണ്? ഈ ജയൻ എന്ന് പറയുന്നത് ആരാണ്? ഞാൻ. അപ്പോൾ എനിക്കും ഒരു മകനുണ്ടെന്നാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ജയൻ, ഞാൻ രാജുവിൻ്റെ, എൻ്റെ മകൻ്റെ ആരാണ്? അച്ഛൻ. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിട്ടുപോയത് പൂരിപ്പിക്കുക. PONMLKJIHBDCB. അപ്പോൾ നമുക്കിവിടെ റിവേഴ്സ് ഓർഡറിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ തെറ്റിക്കാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ABC അല്ലെങ്കിൽ A ഒഴിവാക്കി A ഉണ്ട്, BCD. അടുത്ത് ഏതാ വരണ്ടേ? EFG. അപ്പോൾ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്.
GFE ആണ്. GFE തിരിഞ്ഞു വരും. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ EFG എഴുതാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് റിവേഴ്സ് ഓർഡറിലാണുള്ളത്. അതിവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അടുത്ത ചോദ്യം 57,727നോട് ഏറ്റവും ചെറിയ ഏത് രണ്ടക്ക സംഖ്യ കൂട്ടുമ്പോൾ 9ൻ്റെ ഗുണിതം ലഭിക്കുക. ഇവിടെ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം ഈ തന്നിട്ടുള്ള സംഖ്യ 57,727നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇത് 9 കൊണ്ട് എന്തിനാണ് ചെയ്യുന്നത്? 9ൻ്റെ ഗുണിതമാണ് ലഭിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സംഖ്യയെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് 0. ഇനി ഇവിടെ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 10 ആണ്. ഇതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ ശിഷ്ടം 1 കിട്ടും. ഓക്കെ, അങ്ങനെ അതേപോലെ ആഡ് ചെയ്യുമ്പോൾ 9ൻ്റെ ഗുണിതം 199, 29, 18. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കിവിടെ തന്നിട്ടുള്ള സംഖ്യ 0 ബാലൻസ്. 10 കൂടെ കൂട്ടിയാൽ അതിലൊരു ശിഷ്ടം ബാലൻസ് 1 ഉണ്ടാവും. അങ്ങനെയെങ്കിൽ 17 + 17 + 1 ഈ ബാലൻസും ഈ 17ഉം കൂടെ ചേർക്കുമ്പോൾ 18 കിട്ടും. ഓക്കെ, ഈ 18 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പോൾ ഈ 17 + 1 18. അങ്ങനെയെങ്കിൽ ആൻസർ വരിക ഓപ്ഷൻ ബി 17. നെക്സ്റ്റ് ചോദ്യം, ആസിഡും വെള്ളവും 2:3 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ആസിഡ്, വെള്ളം, എത്ര അംശബന്ധം? 2:3. കലക്കിയപ്പോൾ 60 കിട്ടി. എത്ര? 60 കിട്ടി. അങ്ങനെയെങ്കിൽ ആസിഡ് 2 × x, അംശബന്ധം നമ്മൾ എക്സിലാണല്ലോ എഴുതുന്നത്, വെള്ളം 3 × x. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 2x + 3x 5x = 60. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 12 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആസിഡ് എത്രയുണ്ട്? അപ്പോൾ നിലവിൽ 2 × 12 24 ആസിഡ് ഉണ്ട്. വെള്ളം 36, 3 × 12 36. അപ്പോൾ ഇത്രയും നമ്മളിലുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അംശബന്ധം 3:4 ആക്കാൻ ഇനി എത്ര ലിറ്റർ ആസിഡ് ചേർക്കണം. അപ്പോൾ വെള്ളമാണ് റൈറ്റ് സൈഡിലുള്ളത്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, 36. 36ൻ്റെ കോമൺ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ 36ൻ്റെ 9ൻ്റെ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4 × 9 36 കിട്ടും. 4 × 9 36 കിട്ടും. 4 × 9 36. ആ 4 ഇവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ 24ൻ്റെ കൂടെ എത്ര കൂടി ചേർത്താൽ 27 കിട്ടും? 3 × 9 ആണല്ലോ 27. അപ്പോൾ ആ 27 കിട്ടാൻ 24ൻ്റെ കൂടി 3 കൂടി ആഡ് ചെയ്താൽ 27 കിട്ടത്തില്ലയോ? അപ്പോൾ എത്ര ലിറ്റർ കൂടെ ചേർക്കണം? 3 ലിറ്റർ ആസിഡ് കൂടി ചേർത്താൽ ഈ അംശബന്ധം 3:4 ആകും. അങ്ങനെയെങ്കിൽ ആൻസർ വരിക ഓപ്ഷൻ ബി. ഇത്രയുമാണ് കണക്കിലെ ചോദ്യങ്ങൾ. താങ്ക് യു.